ആ ഞങ്ങൾക്ക് മലയാറ്റൂർ പോകുന്നത് വൈകുന്നേരം പോകുന്നത് 4 മണിക്കാണ് ട്രെയിൻ. അപ്പോൾ നമ്മുടെ ബോസ് വെച്ച് മരിച്ചു വരുന്നത്. അതിൻ്റെ 15-ന് പോവാം. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് 4 മണിയാകുമ്പോഴാണ് ട്രെയിൻ മലയാറ്റൂരോട്ട്. ഇങ്ങോട്ട് നോക്കടാ, അവനിങ്ങോട്ട് നോക്കി. നമ്മളിപ്പോ മണ്ട തിളപ്പിച്ച് വിഷവും ഇതെല്ലാം ഒഴിച്ച് വളമിട്ട് നാളെ ഓശാന ഞായറാഴ്ച അതിന് വേണ്ടിയിട്ട് കുരുത്തോലൊക്കെ എടുത്തുകൊണ്ട് പോവുക. നമ്മുടെ ഓശാന ഞായറാഴ്ച മലയാറ്റൂരായിരിക്കും. ഓക്കെ, സമയം 3 മണിയായി. 4 മണിക്കാണ് നമ്മുടെ ട്രെയിൻ. ഇവിടെ നിന്ന് ആദ്യമായിട്ട് മല കയറുന്ന 3 പേരാണല്ലോ. ഒന്ന് ജസ്ലിൻ, പിന്നെ ഒന്ന് മണി, ചിഞ്ചു. ഓക്കെ, സ്റ്റാർട്ട് ജേണി. പറഞ്ഞു ആലപ്പുഴ കണ്ണൂർ വണ്ടിയാ. ബാ. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്തി. ഇപ്പം 3:43 4 മണിയാകുമ്പോൾ ട്രെയിൻ വിടുന്നത്. 3:50 ഇപ്പം അടിപൊളിയായി കേട്ടോ ട്രെയിൻ. റെയിൽവേ സ്റ്റേഷൻ പണി നടന്നിട്ടിരിക്കുക. ട്രെയിൻ എടുക്കാറായപ്പോൾ എല്ലാം കൂടെ വന്നത്. ഇവർ രണ്ടുപേരും ആദ്യമായിട്ട് മല കയറുന്നത്. ചിഞ്ചുമണി എന്തോ പറയാനുള്ളത് നിങ്ങൾക്ക്? ആദ്യമായിട്ട് മല ജസ്ലിൻ മേരി ജോസ്. ജസ്ലിൻ്റെ ആദ്യത്തെ മലയേറ്റ 3 പേര് അല്ലേ? നമ്മൾ ട്രെയിൻ അങ്ങനെ മൂവ് ചെയ്ത് തുടങ്ങി. ഞങ്ങളിവിടെ എല്ലാവരുമായിട്ട് മറ്റേ അന്താക്ഷനെ കളിച്ചോണ്ടിരിക്കും. ഇപ്പൊ എവിടെ? തുറവൂര് അല്ലേ? ഈ ട്രെയിൻ വരാൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്തിരുന്നത്. ഇതാണ് എറണാകുളം. പറഞ്ഞേ ആൾക്കാർ കണ്ട കയറാൻ നിൽക്കുന്നുണ്ട് ആൾക്കാർ എറണാകുളത്ത്. ഞങ്ങൾ സുഖിച്ച് വന്നിട്ടിരുന്ന ഞങ്ങൾ എറണാകുളം എത്തിയിട്ട് ഇവിടെ മൊത്തം ആള് കയറിയുണ്ട്. ആള് നിറഞ്ഞാണ്ട. ജസ്ലിന്റെ സീറ്റൊക്കെ പോയി. അപ്പം കയറിയിരുന്നു. നമ്മൾ കയറിയ ട്രെയിൻ മൊത്തം നിറച്ച ആളതിനകത്ത് കണ്ട്. ഇതിനകത്ത് ആള് മൊത്തം. ഞങ്ങളിപ്പോൾ അങ്കമാലി എത്തി. ഇനിയിപ്പോൾ ഇവിടുന്ന് ബസ് കയറണം. ട്രെയിനകത്ത് പോലെ ബസ്സിനകത്ത് ഭയങ്കര തിരക്കാണ്. അങ്ങനെ അടിവാരത്തെത്തുമ്പോൾ തന്നെ നമ്മൾ തിരി മേടിക്കാനായിട്ട് ആൾക്കാർ വളയും. അടിവാരത്തോട്ട് പിന്നെ ബസ് 9:30 വരെ ഉള്ളൂ. പിന്നെ ഇവിടുന്ന് പാർക്ക് കയറാൻ നമുക്ക് അവിടെ കഴിച്ചിട്ട് ആദ്യം മല കയറണമെങ്കിൽ നമ്മൾ ഫുഡ് കഴിച്ച് എനർജി കിട്ടണ്ടേ. എനർജി കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ കയറത്തുള്ളൂ മലയിൽ. അപ്പോൾ ഇവിടുന്ന് രാവിലെ മീനുണ്ട്. അപ്പോൾ ഇവിടുന്ന് രാവിലെ 5:30-ക്കാണ് ഇവിടുന്ന് വേറെ സ്ഥലത്തോട്ടൊക്കെ ബസ്സുള്ളത്. അപ്പോൾ നമ്മൾ അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ കഴിക്കാനായിട്ട് പോവുക.
അല്ല മല ഇത് ഇവിടെ നിന്ന് കാണാൻ മല കണ്ടത്. മേളിക്കറി ഇരിക്കുമായിരുന്നു. അവിടെ പ്രാണിയാണെന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങുന്നത്. രാത്രി കൊണ്ട് ലൈറ്റ് അടിക്കുമ്പോൾ അങ്ങോട്ട് പ്രാണിയെല്ലാം വരുന്നത്. ബാ നമുക്ക് ഇവിടെ അകത്തിരിക്കാം. ബാ ജസ്ലിനെ മീനെ കാണിച്ചുകൊണ്ട് ഇവിടെ ചോറ് കൊടുക്കുക. ഞങ്ങളിപ്പോൾ കയറില്ല. ഇനിയിപ്പോൾ ജസ്ലിനെ കൊണ്ട് അവിടെ പാർക്കുണ്ട്, പിള്ളേർക്കുള്ള കളിക്കാനൊക്കെ ഉള്ള പാർക്കുണ്ട്. അപ്പോൾ ആ പാർക്കിൽ കൂടെ കയറിയിട്ട് ഞങ്ങൾ മല കയറത്തുള്ളൂ. കുറച്ച് നേരം ഫുഡൊക്കെ വെച്ച് റെസ്റ്റിങ് ആയിക്കോട്ടെ. ഇപ്പോൾ സമയം 8 മണിയായി. നമ്മൾ മല അത് കണ്ട അങ്ങോട്ടാണ് ഇപ്പോൾ കയറാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ പാർക്കിലോട്ട് എൻ്റർ ചെയ്ത്. സാധാരണ ദിവസങ്ങളിൽ പിന്നെ 10 മണി വരെ ഉള്ളൂ. ഇപ്പം ഇന്നെന്തുവാ ഇന്ന് സ്പെഷ്യൽ ഡേ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. ഇന്ന് ഫുൾ ഡേ ഉണ്ട്. സാധാരണ ദിവസം പിന്നെ 10 മണി കഴിയുമ്പോൾ ഇവിടെ അടക്കും. ഇന്നിപ്പോൾ ഫുൾ ഡേ ഉണ്ടെന്നാണ് പറഞ്ഞു. ഇനി സമയമുണ്ട്, അപ്പോൾ അതൊക്കെ കയറിയാൽ മതി. മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭാഗ്യം. ഇന്നലെയൊക്കെ ഭയങ്കര മഴയായിരുന്നെന്ന് പറഞ്ഞു. കയറി തണുപ്പുണ്ട്. ഇതാണ് എൻട്രൻസ്. ഇതാണ് കയറ്റം തുടങ്ങാൻ പോവുക. ഇതിനൊരു കോഴിക്കുഞ്ഞിനെ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് മൊത്തം ബഹളമായിരിക്കും, കയറത്തില്ല. ഒരു കളിപ്പാട്ടം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. കാണിച്ചേ, കോഴിക്കുഞ്ഞിനെ കാണിച്ചേ അങ്ങോട്ട്. നമ്മൾ മല കയറാൻ തുടങ്ങിയിരിക്കുകയാണ്. ടോട്ടല് 14 സ്ഥലമുണ്ട്. ഓരോ സ്ഥലത്തെത്തുമ്പോഴും നമ്മളത് ഏതൊക്കെയാണെന്ന് പറയാം. നമ്മൾ പ്രാർത്ഥന പുസ്തകം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ പോകുന്ന വഴി പ്രാർത്ഥിച്ചിട്ടേ പോകത്തുള്ളൂ. പ്രാരംഭ പ്രാർത്ഥന. ആൾക്കാർ കയറുന്നുണ്ട്, ഇറങ്ങി വരുന്നവരുണ്ട്. വാടിയും കുത്തിയൊക്കെ പിടിച്ചാൽ ഇവിടെ പ്രാരംഭ പ്രാർത്ഥന. മല കയറ്റം പ്രാരംഭ പ്രാർത്ഥന. ഇതാണ് കപ്പേള. ഇവിടെ ആന കുത്തുന്നതുകൊണ്ട് ആന കുത്താത്ത രീതിയിൽ പൊക്കി പണിത് വെച്ചിരിക്കുന്നത്. ഒരു ആനക്കും കുത്താൻ പറ്റത്തില്ല. ഇതിവിടെയാണ് പ്രാരംഭ പ്രാർത്ഥന. എന്താ പറയാ, ആന കുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇങ്ങനെ അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ചിലർക്ക് ചെരുപ്പ് ഊരിട്ടിട്ട് കയറുന്നു. ഒന്നാം സ്ഥലമായിട്ടില്ല. അപ്പുറത്ത് ഇപ്പുറത്ത് കാടാ. അതിനകത്തുള്ളൊരു വഴി കൂടെ നമ്മൾ പോകുന്നു. കാട്ടാനൊക്കെ ഇറക്കുന്ന സ്ഥലമാണ്. തണുക്കെന്നൊക്കെ പറഞ്ഞ് കയറിയ ആൾക്കാരൊക്കെ ഇപ്പോൾ കയറി കഴിഞ്ഞാൽ വേർത്തപ്പോൾ തണുപ്പൊക്കെ പോയി. നല്ല ജസ്റ്റ് ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ പണ്ട് കുഞ്ഞായിരുന്നപ്പോൾ വന്നിട്ടുണ്ട്. ലിപിയും കുറേ നാളായിട്ട് വരുന്ന. പിന്നെ ആദ്യമായിട്ട് വരുന്നത് ചിഞ്ചു മണി
ജസ്ലിൻ. കുറേ പേര് ഇറങ്ങിയും വരുന്നുണ്ട്. ജസ്ലിൻ ഓടിച്ചാടിയൊക്കെ നടക്കുന്നത്. പതുക്കെ പതുക്കെ. ഇവിടെ കുർബാന തുടങ്ങിയിട്ടുണ്ട്. മലയാള മുകളിൽ കുർബാന തുടങ്ങി. കയറി മരത്തിന്റെ പേര് നിൽക്കുന്നുണ്ടോ? നമ്മൾ ഒന്നാം സ്ഥലത്തെത്തി. രണ്ടാം സ്ഥലം. ഇവിടുന്ന് വെള്ളം എടുക്കാം, വെള്ളം വേണ്ടവർക്ക്. മൂന്നാം സ്ഥലം. കറണ്ട് പോയേ, അയ്യോ കുരിശിൻ്റെ പോയി. മൊത്തം ഇരുട്ടായി. എന്താ ലൈറ്റ് കറണ്ട് പോകാൻ കാര്യം എന്താ? അയ്യോ വന്ന് പോട്ടെ പോട്ടെ പോട്ടെ. കറണ്ട് പോയി. ഇപ്പോൾ വന്നു. അപ്പം നാലാം സ്ഥലമായി. ഇനിയുണ്ട് 10 സ്ഥലം കൂടെ. അഞ്ചാം സ്ഥലം. ആറാം സ്ഥലമായി. ഏഴാം സ്ഥലമായി. ജസ്റ്റിന് ഉറങ്ങി. 2-3 സ്ഥലം ഒന്ന് കയറി പിന്നെ ഉറങ്ങിപ്പോയി. നമ്മൾ 8-ാം സ്ഥലത്തെത്തി. ഓക്കെ, 11-ാം സ്ഥലം. ലാസ്റ്റ് സ്ഥലം 14 സ്ഥലം എത്തി. അങ്ങനെ അങ്ങനെ 14 സ്ഥലം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി കുറച്ച് ആൾക്കാരെ കൊണ്ടുവന്ന് കുരിശ എവിടെ ഇട്ടിരിക്കുന്നു. എവിടെ ഐസ്ക്രീം? ചോക്കോബാർ വേണോ? നമ്മൾ മല കയറി വന്ന് ഇനിയിപ്പോൾ വെള്ളം കുടിക്കാനായിട്ട് പോവുക. രക്ഷയില്ലാത്ത മല കയറ്റുമായിരുന്നു. ഇവിടെ നിന്ന് വെള്ളം കുടി.
നമ്മളിനി ആന കുത്തിയ പള്ളിയിൽ കാണാനായിട്ട് പോവാ. ഇവിടെ കുത്തി ആന കുത്തി പൊളിച്ച് എന്താ രാവിലെ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇവിടെ. രാത്രിയായോണ്ട് ഉണ്ടോ അതെ അവിടെ നമ്മൾ മുകളിൽ നിൽക്കുന്നുണ്ടോ? താഴെ കണ്ടോ? താഴെ ലൈറ്റൊക്കെ ഉണ്ടോ? താഴെ ആൾക്കാരുണ്ടോ അവിടെ കണ്ടോ? ആൾക്കാരൊക്കെ ഇവിടെ റെസ്റ്റ് ചെയ്യും എല്ലാവരും. കണ്ടോ പമ്പിത്? ഞങ്ങളിവിടെ കിടക്കുക. ഇപ്പോൾ സമയം 1 മണിയായി. 5:30 ആകുമ്പോഴേ നമുക്ക് ബസ്സുള്ളൂ രാവിലെ. അപ്പോൾ അതുവരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം. ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ ഇറങ്ങണം.